ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 63ാമത് വളയം അറുകാലിക്കൽ കിഴക്കേ മുറിയുടെ തൂക്കമാണ്. അറുകാലിക്കൽ കിഴക്കേ മുറിയുടെ തൂക്കം കഴിഞ്ഞാൽ 64ാമത് വളയം അറുകാലിക്കൽ പടിഞ്ഞാറേ മുറിയുടെ തൂക്കമാണ്. വഴിപാടുകാർ അഭിലാഷ് പി, പരമേശ്വരത്ത്, കുന്തൻവീട്. ക്ഷേത്ര ജീവനക്കാരും ശ്രദ്ധിക്കുക. ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ യാതൊരു കാരണവശാലും ദയവായി കിഴക്കേ നടയിൽ കൂടി അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. ക്ഷേത്ര ജീവനക്കാരും സെക്യൂരിറ്റിയും ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും ഭക്തജനങ്ങളെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൂടി അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. തെക്കേ നടയിൽ കൂടി മാത്രം അകത്തേക്ക് പ്രവേശിപ്പിച്ച് ദർശനത്തിന് ശേഷം ഭക്തജനങ്ങളെ കിഴക്കേ നടയിൽ കൂടി പുറത്തേക്ക് വിടേണ്ടതാണ്. ക്ഷേത്ര ജീവനക്കാരും സെക്യൂരിറ്റിയും ഈ വ്യവസ്ഥ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. മോഹനൻ അലക്കുംപാട്ട് വീട്, അജികുമാർ മുകളിൽ തെക്കേതിൽ, ബാലൻ വിളയിൽ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം 62ാമത് വളയം ഏഴംകുളം വടക്കേ മൂലയുടെ തൂക്കമാണ്. ഏഴംകുളം ഒരു പ്രത്യേക അറിയിപ്പ്. 68ാമത് വളയം പറക്കോട് ഇടയിലെ മുറിയുടെ തൂക്കക്കാരൻ തങ്കപ്പൻ കുഴിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. 68ാമത് വളയം പറക്കോട് ഇടയിലെ മുറിയിലെ തൂക്കക്കാരൻ തങ്കപ്പൻ കുഴിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം 62ാമത് വളയം ഏഴംകുളം വടക്കേ മുറിയുടെ തൂക്കമാണ്. ഏഴംകുളം വടക്കേ മുറിയുടെ തൂക്കം കഴിഞ്ഞാൽ 63ാം അജികുമാർ മുകളിൽ തെക്കേതിൽ, ബാലൻ വിളയിൽ. കുഴിയത്തുണ്ടിൽ അറുകാലിക്കൽ കിഴക്കേ മുറി എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. 68ാമത് വളയം പറക്കോട് ഇടയിലെ മുറിയുടെ തൂക്കക്കാരൻ തങ്കപ്പൻ കുഴിയത്തുണ്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. അറിയിപ്പ്. ഏതെങ്കിലും വടക്കേ മുറിയിലെ തൂക്കവില്ല് പിടിച്ചിട്ടുള്ള മുഴുവൻ സന്ദേഹങ്ങളും ഉത്സവ കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്തെ ആഴ്ചവട്ടിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. മുറിയിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് എല്ലാ സന്ദേഹങ്ങളും ഉത്സവ കമ്മിറ്റി ഓഫീസിലെ ആലിന്റെ ചുവട്ടിൽ എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. Thank you.
ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തില് നെയ്വിളക്ക് വഴിപാടായി നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിക്കുവാൻ നെയ്വിളക്ക് വഴിപാട് നടത്താവുന്നതാണ്. ഇന്നും നാളെയും വഴിപാട് തൂക്കത്തിന് പുറമെ ആകെ അമ്മയ്ക്ക് നടത്തുവാൻ സാധിക്കുന്ന വഴിപാട് നെയ്വിളക്കാണ്. നെയ്വിളക്കിന് രസീത് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലെ കൗണ്ടറിൽ ലഭിക്കുന്നതാണ്. ഇന്നും നാളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം 64ാമത് വളയം അറുകാലിക്കൽ പടിഞ്ഞാറേ മുറയുടെ തൂക്കമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 7ാമത് വളയം പറക്കോട് വടക്കേ മുറിയിലെ തൂക്കക്കാരൻ സുരേഷ് ഭവനം എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. 67ാമത് വളയം പറക്കോട് വടക്കേ മുറിയിലെ തൂക്കക്കാരൻ സുരേഷ് ഭവനം എത്രയും പെട്ടെന്ന് തന്നെ ചമയമുറിയിൽ എത്തിച്ചേരേണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം 64ാമത് വളയം അറുകാലിക്കൽ പടിഞ്ഞാറേ മുറിയുടെ തൂക്കമാണ്. അറുകാലിക്കൽ പടിഞ്ഞാറേ മുറിയുടെ തൂക്കം കഴിഞ്ഞാൽ 65ാമത് വളയം നെടുമൺ മുറിയുടെ തൂക്കമാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, തൂക്കക്കാർക്ക് ചമയ മുറിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുവാനുള്ള